രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട്. അടുത്ത സാമ്പത്തിക വർഷം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ വർധനയുണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യം നടപ്പാക്കുന്നതിൽ കേരളത്തെ റിപ്പോർട്ടിൽ അഭിനന്ദിക്കുന്നുമുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കും. രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളും മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡിന് മുൻപുള്ള വർഷങ്ങളെക്കാൾ മികച്ച സ്ഥിതിയിലാണ് രാജ്യത്തെ വ്യാവസായിക മേഖലയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തെ കാർഷിക മേഖല 3.8%, വ്യാവസായിക മേഖല 6.2%, സേവന മേഖല 7.2% വളരുമെന്നാണ് പ്രവചനം. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP 6.3% മുതൽ 6.8% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏപ്രിൽ-നവംബർ കാലയളവിൽ 17.9% വർദ്ധിച്ചതായും ബാങ്കുകളുടെ കിട്ടാക്കടം 2.6%-ആയി താഴ്ന്നതായും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സർവേ തയ്യാറാക്കിയത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിച്ച ബജറ്റിന് മുന്നോടിയായി 2024 ജൂലൈ 22-നാണ് കഴിഞ്ഞ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അതിനുശേഷം 6 മാസത്തിനകമാണ് പുതിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 24 ഡൽഹി.